ഞാനൊരു അലമാരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, 4500 കവറുണ്ട് അതിന്. എൻ്റെ പേര് ലീലാമ്മ മാത്യു. എൻ്റെ വീട് അടൂര് വെള്ളക്കുളങ്ങര. ഞാൻ ചെറുപ്പം മുതലേ തയ്ക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്ത് ഓരോ കാര്യങ്ങളും ഉണ്ടാക്കിയാണ്. പ്ലാസ്റ്റിക് കൊണ്ട് വള്ളി കൊണ്ട് ബാഗ് ഉണ്ടാക്കുകയും ബാസ്ക്കറ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്താണ്. ഇപ്പം മിൽമ കവറുമുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കി ഭാഗത്ത് കയറി അതെല്ലാം കാണാം. ഇത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് ഞാൻ തോളം ഇട്ടുകൊണ്ട് പോകും. ബാഗ്, പിന്നെ ഇത് പേഴ്സ്, ഇത് വലിയ ബാഗ്. ഇത് കണ്ടോ, ഇത് നല്ലൊരു സാധനമല്ലേ. ഇത് നോക്കേ, അടപ്പോട് കൂടി ഫ്രൂട്ട്സ് തൊട്ട ഉണ്ടാക്കിയതാണ്. ഇതും അതുപോലെ ഉണ്ടാക്കിയതാണ്. ഇത് കണ്ടോ, ബാസ്ക്കറ്റായിട്ട്. ഇത് ഒരു 10 പേർ പാലൊക്കെ മേടിക്കാൻ പോകുമ്പം ഇതിങ്ങനെ കൊണ്ടുപോയാൽ മതി. കവർ കൊണ്ടുപോകണ്ട കടകളിൽ. നോൺട്രി ബാഗ് കണ്ടോ. ഇത് മിൽമയുടെ 1000 കവർ, 1000 പാൽ കവറുണ്ട് ഇത് വെച്ചുണ്ടാക്കിയതാണ്. അല്ലേ, പിന്നെ ഞാൻ പ്ലാസ്റ്റിക് വെള്ളി വെച്ചതണ്ട ഈ ബാഗൊക്കെ ഉണ്ടാക്കും. ഇതൊക്കെ വേസ്റ്റ് സാധനം വെച്ചുണ്ടാക്കിയതാണ്. അതേണ്ട, ഈ സാധനങ്ങളൊക്കെ വെറും വേസ്റ്റാണ്. ബാസ്ക്കറ്റ് കണ്ടോ, ഇങ്ങനെ ബാസ്ക്കറ്റ് ഉണ്ടാക്കാം. നമ്മളിതെടുത്ത് ചുമ്മാ അങ്ങ് കത്തിച്ച് കളയുമല്ലേ നമ്മൾ. അങ്ങനെ കത്തിച്ച് കളയാതെ ഇങ്ങനെയൊക്കെ എടുക്കാം. നമുക്ക് ഇതൊരു ഉപകാരപ്പെട്ട സാധനങ്ങളായി വരും. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഞാൻ കട്ട് ചെയ്യിപ്പിച്ച ആ കുപ്പി ഉപയോഗിച്ച് തന്നു. ഇത് ചുമ്മാ എടുത്ത് കളയുന്ന പ്ലാസ്റ്റിക് അല്ലേ. പ്ലാസ്റ്റിക് കൊണ്ട് പൂ ഉണ്ടാക്കാമല്ലോ. ബാസ്ക്കറ്റിൻ്റെ ഒരു ബാഗാണ്. ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കി. മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ്, അതുപയോഗിച്ചുണ്ട്. എൻ്റെ മുകളിലത്തെ തിരുവത്താഴത്തിൻ്റെ ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്തതാണ്. ഗ്ലാസ് പെയിൻറ്റിങ്. ഈ കുഷ്യനും ഈ ചെയർ ബാഗും എല്ലാം അതിൻ്റെ പൂക്കളും എല്ലാം ഞാൻ തന്നെ തയ്ക്കുന്നതാണ്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇനി വേസ്റ്റ് വെച്ച് ചെയ്യാൻ ഒത്തിരി സാധനങ്ങൾ നമുക്ക് ചെയ്യാം. എടുത്ത് കളയുന്ന, കത്തിച്ച് കളയുന്ന പ്ലാസ്റ്റിക് കവർ അതിനകത്ത് ഇടിച്ച് കയറ്റി നിറച്ച് ഫില്ലാക്കിയിട്ട് ആ കുപ്പി മുഴുവൻ സൂക്ഷിച്ച് വെച്ചിരുന്ന് ഞാൻ സിമെൻറ്റ് കുഴച്ച് ഒരു മേശിരിയെ കൊണ്ട് ചെയ്യിച്ച് ഒരു റൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബെഞ്ച് ഒറ്റിയപ്പോൾ കൂടെ ആ കുപ്പി വെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2018 തോന്നുന്നു ഈ മിൽമ കവർ എടുത്തപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ആ മിൽമ കവർ ഇതുകൊണ്ട് ഞാൻ കഴിയെടുത്ത് കട്ട് ചെയ്ത് ഇങ്ങനെ നീട്ടിയെടുക്കും. ഇതങ്ങോട്ട് എടുത്ത് വെച്ച് ഞാൻ ഇങ്ങനെ അങ്ങ് പിന്നും. ഇത് മനസ്സിലായോ, ഇങ്ങനെ പിന്നും. ഇങ്ങനെ പിന്നി ഇതിനെ ഇങ്ങനെ അങ്ങ് നീളമാക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ ഇതിനോട് കോർത്താണ് പിന്നുന്നത്. അങ്ങനെ കോർത്ത് വലുതാക്കിയെടുത്ത് പിന്നെ മേളിലോട്ട് ചെയ്താണ് ഈ പേഴ്സും ബാഗും വരുന്നത്. അത് നല്ല സഹിഷ്ണുതയും നല്ല മനസ്സിൻ്റെ ഒരു ഉടമയ്ക്ക് ഇത് ചെയ്യാൻ ഒക്കും. എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും വിചാരം ഇത്രയും മെനക്കെടാൻ ആർക്കും വയ്യ. കുറച്ച് മെനക്കെട്ട് ചെയ്തെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ വേസ്റ്റ് എടുത്ത് കത്തിച്ച് കളയുന്നത്? നമ്മൾ തന്നെ ഇതൊക്കെ ഇതൊരു ഭംഗിയായ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമല്ലേ. ഞാനിത് ഉണ്ടാക്കുന്ന കണ്ടിട്ട് എനിക്ക് ഓരോരുത്തരും പാലിൻ്റെ കവർ ഇവിടെ കൊണ്ടുതരുക. അമ്മാമ്മ എടുത്തോ എന്നാ പാലിൻ്റെ കവറെന്നും പറഞ്ഞാൽ കൊണ്ടുതരുന്നത്. അതുകൊണ്ട് എനിക്ക് പാലിൻ്റെ കവറിന് ഒരു പഞ്ഞവും ഇല്ല. ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോഴും ഉണ്ടായി. ഞാനിപ്പോൾ ഇനി പ്രായമായതുകൊണ്ട് പഴയതുപോലെ ഒക്കുന്നില്ല. എന്നാലും എൻ്റെ മനസ്സ് ഇതിനകത്തിരിക്കുക. എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, ഉണ്ടാക്കണം. തയ്ക്കുന്നവർക്കാണെങ്കിൽ പല തയ്യക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് ഈ വെട്ടിയൻ്റെ ബാക്കി തുണി കൊണ്ടൊന്ന് തീ കത്തിച്ച് കളയും. എന്നാൽ നിങ്ങളതെല്ലാം ഉപയോഗിച്ച് ഈ ചുമ്മാ ഇരിക്കുന്നവർ ആ തയ്യക്കടയിൽ ചെന്നാലും ആ തുണികൾ കിട്ടും. അവർ ആ വേസ്റ്റ് എടുത്ത് തരും. അങ്ങനെ ആ കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് നമുക്ക് നല്ലൊരു ബെഡ്ഷീറ്റ് ഉണ്ടാക്കാം. ഭംഗി കുറഞ്ഞ് നമ്മൾ തള്ളിക്കളയാൻ വെച്ചേക്കുന്ന ഷീറ്റിൻ്റെ പുറത്തോട്ട് വെച്ചങ്ങ് അടിച്ചാൽ മതി. അത് പുതയ്ക്കാനും നല്ലതാണ്, വെറുതെ വിരിച്ച് കിടക്കാനും നല്ലതാണ്. അത് എന്ത് ഭംഗിയാണെന്നറിയാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ തന്നെ അധ്വാനിച്ച് ചെയ്യുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഞാനൊരു അലമാരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, 4500 കവറുണ്ട് അതിന്. എവിടെ വേണേ തെളിക്കൊണ്ടോ. ഞാൻ തുറക്കാം. ഇത് കമ്പിയാണ്. കമ്പി കൊടുത്ത് ഞാൻ ഫ്രെയിം വെൽഡ് ചെയ്തതാണ്. എനിക്ക് എൻ്റെ പൊക്കമുള്ള ഒരു അലമാരി വേണമെന്നൊരാഗ്രഹം. അങ്ങനെ ഞാൻ എത്ര ദിവസമായാലും ഉണ്ടാക്കിയേ പറ്റുമെന്ന് മനസ്സിലൊന്ന് തോന്നി. ഞാൻ ആ കമ്പി വരെ വെൽഡ് ചെയ്യിച്ചു കൊണ്ടുവന്നിട്ട് തന്നെ ഇങ്ങനെ 3 തട്ട് പിടിപ്പിച്ചു. ഇവിടെ 3 തട്ടുണ്ട്. ഈ തട്ടെല്ലാം വരിഞ്ഞു. ഇതിനകത്തെല്ലാം ഇഷ്ടംപോലെ സാധനം വെച്ചേക്കുക. ഒത്തിരി കഷ്ടപ്പെട്ടു. ഒരു ദിവസം കൊണ്ടൊന്നുമല്ല, ഒരു 4-5 മാസം എടുത്ത് കാണും ഇത് ചെയ്ത് തീർക്കാൻ. ഇതെനിക്ക് തൃശ്ശൂർ മണ്ണൂത്തീര് എന്നെ വിളിച്ച് ആദരിച്ച് അവരെനിക്ക് തന്ന മൊമെൻ്റ് ഇത്.
ഇത്രയും പ്രായമായ എനിക്ക് ഇത്രയും ചെയ്യാവുന്നുണ്ട്. എത്രയോ കുട്ടികളാണ് വീട്ടമ്മമാരായിട്ടുള്ള ചെറുപ്പക്കാർ വീടുകളിൽ കിടന്നുറങ്ങുന്നത്. അവർക്കൊക്കെ ഇതൊക്കെ ചെയ്യാം. ഇതൊരു സന്തോഷമാണ്. നമ്മൾ തന്നെ ചെയ്തെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. ഇതൊന്നും വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തു വരുന്നുവെങ്കിൽ ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും.